എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ വിലപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്ക് വളരെ സഹായിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിഹാരങ്ങളെപ്പറ്റി പറയാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ പറഞ്ഞ മാതിരി ഈ 7 സ്റ്റെപ്പിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം യഥാർത്ഥമായിട്ട് ഗ്രഹത്തിൻ്റെ ബലം എന്താണ്, ഏത് ഗ്രഹമാണ് നമുക്ക് ദോഷകാരിയായിട്ടിരിക്കുന്നത്, എന്താണ് യഥാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ ജാതകത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് കഴിഞ്ഞ ജന്മത്തിലെ ദോഷമാണോ അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ദോഷമാണോ, പിതൃദോഷമാണോ, കർമ്മദോഷമാണോ, സർപ്പദോഷമാണോ, അങ്ങനെയുള്ള എന്താണെന്നുള്ളത് ഫൈനലൈസ് ചെയ്ത ശേഷം ഞങ്ങൾ പരിഹാരങ്ങളിലേക്ക് കടക്കും. പരിഹാരങ്ങളെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഫ്ലവർ മെഡിസിൻ എന്ന് പറയും. ഈ ഫ്ലവർ മെഡിസിൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ആരോമ തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവർ മെഡിസിൻ കണ്ടത് ഡോക്ടർ എഡ്വേർഡ് ബാച്ച് എന്ന് പറയുന്ന ഒരു ഫിഷഗ്വരനാണ്. ആക്ച്വലി ഒരു MBBS ഡോക്ടറാണ്. അദ്ദേഹം ഇപ്പോഴൊന്നുമല്ല, 1820 തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ വളരെ നാളത്തെ റിസർച്ചിന് ശേഷം, അദ്ദേഹം ഒരു ഫിഷഗ്വരനായി വളരെ നാളത്തെ റിസർച്ചിന് ശേഷം അദ്ദേഹം എന്താ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ, നമ്മളിപ്പം പണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞ പോലെ മനസ്സാണ് എല്ലാ അസുഖത്തിനും കാരണം, രോഗത്തിനെല്ലാം അതാണ് കാരണമെന്ന് ഏകദേശം കണ്ടുപിടിച്ചു. അപ്പോൾ അതിനെന്താണ് പോംവഴിയെന്ന് പുള്ളി കണ്ടുപിടിച്ചതിൻ്റെ അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഈ ഫ്ലവർ മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് ഹീലിംഗ് ത്രൂ ഡിവൈൻ എനർജി ഓഫ് ഫ്ലവേഴ്സ്. അതായത് നമ്മുടെ പൂക്കളിൽ നിന്നുള്ള, നാച്ചുറൽ പൂക്കളിൽ നിന്നുള്ള ചില എനർജീസ് കൊണ്ട് നമ്മുടെ അസുഖങ്ങൾ മാറ്റുന്ന ഒരു ഇതാണ്. ഈ ഫ്ലവർ മെഡിസിൻ വന്നിട്ട് വളരെ എഫക്റ്റീവാണ് കേട്ടോ. അതായത് ഇതിന് വന്നിട്ട് ആത്മീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊന്നും അല്ല. അത് വന്നിട്ട് വളരെ എഫക്റ്റീവാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു എഫക്റ്റ് കാണുന്നുണ്ട്. പല ജാതകർക്കും ഞങ്ങളിത് ഉപയോഗിച്ച് നോക്കി വളരെ സക്സസ് ആയ കാര്യമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ചന്ദ്രൻ്റെ വീക്ക്നെസ്, ചന്ദ്രൻ വന്നിട്ട് നീചത്തിൽ നിൽക്കുന്ന, അതായത് വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ഒരു ചന്ദ്രനുള്ള ഒരു ജാതകം. പൊതുവേ അദ്ദേഹത്തിന് വന്നിട്ട്, ആ ജാതകർക്ക് വന്നിട്ട് വളരെ ഈ ചന്ദ്രാഷ്ടമൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ വളരെ വേദനകളും വളരെ മാനസികമായിട്ടുള്ള ഒരു ഡിഫോർമേഷൻ സംഭവിക്കും. വളരെ ഒരു നെഗറ്റീവ് അപ്രോച്ചസൊക്കെ ഉണ്ടാകും അവർക്ക്. അപ്പോൾ അവർക്ക് ഞങ്ങൾ ഈ ഫ്ലവർ മെഡിസിനിലുള്ള ജെൻറ്റൈൻ എന്ന് പറയുന്ന ഒരു മെഡിസിനുണ്ട്. അതായത് GENTIAN, ജെൻറ്റൈൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ മെഡിസിൻ ആക്ച്വലി വന്നിട്ട് ഹോമിയോപ്പതി ഡ്രഗ്സിൽ ഉൾപ്പെട്ട ഒരു ഇതാണ്. എന്നാലും ഇത് ഫ്ലവർ മെഡിസിൻ, ബാച്ച് മെഡിസിനാണ്. ഇത് വന്നിട്ട് ഒരു മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു എന്താ പറയുക, എത്തിപ്പെട്ടതാണ്. ഈ ജെൻറ്റൈൻ ഒരു 3 ഡ്രോപ്പ് നാവിൻ്റെ തുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആ ടെൻഷൻ അങ്ങനെ കുറയുന്നത് കാണാം. ഈ ചന്ദ്രനെ കൊണ്ട് ഉണ്ടാകുന്ന തരത്തിലുള്ള ഈ നെഗറ്റീവ് ഒരു അപ്രോച്ചുകളൊക്കെ ആ വ്യക്തികളിൽ കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും അതെന്താ ഒരു മാനസിക തലത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള, അറിയാമല്ലോ, അന്നമയ കോശം, മനോമയ കോശം എന്നുള്ള ആചാര്യന്മാർ പറയുന്ന പലതും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ മനോമയ കോശത്തിനെ വന്നത് അത് എഫക്റ്റ് ആകും. അത് വന്നുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു പ്രശ്നം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സൂര്യൻ, ലാർച്ച്, അങ്ങനെ ഓരോ ഗ്രഹത്തിനും ഓരോ മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ വന്നിട്ട് ഒരിക്കലും മെഡിസിൻ അല്ല, അതിന് സൈഡ് എഫക്റ്റ് ഉള്ളതൊന്നുമല്ല. അതൊരു അരോമ തെറാപ്പിയിൽ പെട്ടതാണ്. ആ അരോമ തെറാപ്പി ഞങ്ങളിത് ഓപ്പണായിട്ട് പറയണമെന്നേ ഉള്ളൂ. പലരും വന്നിട്ട് അത് വന്നിട്ട് മറച്ച് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന പലരും ഉണ്ട്. അതെന്തോ ആയിക്കോട്ടെ, ഇത് വന്നിട്ട് ഒരു മെഡിസിൻ അല്ല, ഇത് വന്ന് സൈഡ് എഫക്റ്റ് ഉള്ള ഒന്നല്ല, ഒരു അരോമ തെറാപ്പിയിലുള്ള ഒരു ഫ്ലേവർ മാത്രമാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ കിട്ടും. നല്ല പ്രേക്ഷകരുടെ അറിവിലേക്കായി ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ബാച്ച് ഫ്ലവർ മെഡിസിനെ പറ്റി പറയാം. ബാച്ച് ഫ്ലവർ മെഡിസിനിൽ നമ്മുടെ ഓരോ രാശിക്കും ഓരോ തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. ഓരോ ഗ്രഹത്തിനും ഓരോ തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. ആ ഗ്രഹം, ആ രാശിയിലൂടെ ഒരു പർട്ടിക്കുലർ ഗ്രഹം ഒരു രാശിയിൽ നിൽക്കുമ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ പരിഹാരം, അതിന് ദോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻസ് കൊടുക്കുന്നത്,
എന്നൊക്കെ ബാച്ച് ഫ്ലവർ മെഡിസിനിൽ നമുക്ക് ചില നിയമങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ ഞാനതിന് പറയാം. ഉദാഹരണമായിട്ട് മിഥുനത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം, അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് എപ്പോഴും പറയാമല്ലോ ശനി ഭഗവാന്റെ ഒരു ദോഷം. ശനി ഭഗവാൻ മേടത്തിൽ നീചമായിട്ട് നിൽക്കുന്നു. ഇത് അദ്ദേഹത്തിന് ആ ജാതകർക്കൊരു ദോഷമായിട്ട് ഭവിച്ചിരിക്കുന്നു വെച്ചോളുക. ലഗ്നത്തിലാണെന്നും വെച്ചോളുക. ലഗ്നത്തിൽ ശനി ഭഗവാൻ വന്ന് നീചത്തിൽ നിൽക്കുന്നു. ശനി ഭഗവാൻ മേടത്തിലാണല്ലോ നീചം. അപ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള ശാരീരിക വേദനകളും മാനസിക വേദനകളും ഉണ്ടായിരിക്കും. ശനി ഭഗവാൻ്റേതായിട്ടുള്ള ഒരു സ്ലോനെസ്, അതായത് വളരെ പെതുക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലറായിട്ടുള്ളൊരു സ്വഭാവ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഈ ജാതകർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ബാച്ച് ഫ്ലവർ മെഡിസിനിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു പരിഹാരം കാണുക എന്ന് വെച്ചാൽ, അപ്പം മേടരാശിയുടെ ബാച്ച് ഫ്ലവർ മെഡിസിൻ ബീച്ച് എന്ന് പറയുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഓക്കെ, മേടത്തിന് ബീച്ച്. അപ്പോൾ ശനി ഭഗവാൻ എന്താണെന്ന് ശനി ഭഗവാന് അതുപോലെ ഇത് സ്റ്റാർ ഓഫ് ബെത്ലഹേം എന്ന് പറയും, ഒരു മെഡിസിനുണ്ട്. അപ്പോൾ സ്റ്റാർ ഓഫ് ബെത്ലഹേമും ബീച്ചും അതിൻ്റെ ഏഴാം ഭാവം എന്തായിരിക്കും? അതായത് ഏഴാം ഭാവവും വന്നിട്ട് പിന്നെ ഈ ബീച്ച് തന്നെ ആയിരിക്കും. അത് കോമ്പിനേഷനാണ്. അതായത് മേടത്തിൻ്റെ പരിഹാരം പറയുമ്പം ആ ബീച്ചെന്ന് പറയുന്ന ആ മെഡിസിൻ ഉപയോഗിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ശനി ഭഗവാന്റെ സ്റ്റാർ ഓഫ് ബെത്ലഹേമും ഉപയോഗിക്കും. അപ്പോൾ ഇത് രണ്ടും ചേർത്തൊരു കോമ്പിനേഷൻ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന മാതിരി ചെയ്ത് കഴിഞ്ഞാൽ ദിവസവും ഒരു ഡ്രോപ്പ് വീതം ജസ്റ്റ് 1 ഡ്രോപ്പ് വീതം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാച്ച് ഫ്ലവർ മെഡിസിനിൽ കൂടി നമുക്കൊരു 10 മുതൽ 15% വരെയുള്ള ഒരു പരിഹാരമാകും. മുഴുവൻ പരിഹാരമാണെന്നല്ല പറയുന്നത്. മറ്റ് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഇതും കൂടെ ചേർത്ത് ചെയ്താൽ നല്ല ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും. കാരണം അതൊരു ബൂസ്റ്റിംഗ് എഫക്റ്റ് അതിനുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ബാച്ച് ഫ്ലവർ മെഡിസിൻ ഇങ്ങനെ എല്ലാ രാശികൾക്കും പിന്നെ മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഉദാഹരണമായിട്ട് ചെസ്റ്റ്നട്ട് ബെഡ്, പിന്നെ ഫൈൻ, സെറാട്ടോ, മസ്റ്റാർഡ്, സെഞ്ചുറി, ഓലിവ്, ചിക്കറി, ആസ്പെൻ, വൈൽഡ് ഓട്ട്, മിമുലസ്, ഇങ്ങനെ പറയുന്ന ഓരോ രാശിക്കും ഓരോ പിന്നെ മെഡിസിൻസ് ഉണ്ട്. അതുപോലെ പിന്നെ സൂര്യന് ലാർച്ച്, ചന്ദ്രന് ജംഗ്ഷൻ, പിന്നെ ചൊവ്വായ്ക്ക് ഇംപേഷ്യൻറ്റ്, മെർക്കുറിക്ക് ഈലം, അങ്ങനെ ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് അതിനുമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ കോമ്പിനേഷൻ രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പല ഗ്രഹദോഷങ്ങളും മാനസികമായി അതിനുണ്ടാകുന്ന എഫക്റ്റുകൾ വന്നിട്ട് കുറയ്ക്കാൻ പറ്റും. ഇത് ബാച്ച് ഫ്ലവർ മെഡിസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, പരിഹാരം നമ്പർ 1 ആണ്. എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി. ദയവ് ചെയ്ത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാവർക്കും നന്ദി,